എല്ലാവർക്കും സുഖല്ലേ? ഇത് എന്ത് മരമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? അതെ, ഇതാണ് കണിക്കൊന്ന. അതായത് വിഷുക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് റോഡരികിലും കാട്ടിലും മേട്ടിലും ഒക്കെ ഇത് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാം. നാട്ടിൽ ഇത് വളരെ സുലഭമാണെങ്കിലും പ്രവാസികൾക്ക് വിഷു ആയിക്കഴിഞ്ഞാൽ ഇത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. കണിക്കൊന്ന ഇല്ലെങ്കിൽ വിഷുക്കണിക്കൊരു പൂർണ്ണത കിട്ടില്ല. ദുബായിലായിരുന്നപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ലോക്ക്ഡൗൺ ആയിരുന്ന കാലത്ത് കണിക്കൊന്ന കിട്ടാതെ വന്നപ്പോൾ ഞാൻ മഞ്ഞ കളർ പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ കണിക്കൊന്ന ഉണ്ടാക്കി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇതളുകൾ ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച ശേഷം ചെറിയ മെറ്റൽ വയറുകൾ എടുത്ത് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ മഞ്ഞ കളർ ക്രേപ്പ് പേപ്പറോ ഉപയോഗിച്ച് ഇതുപോലെ ചുറ്റിവെക്കാം. ഇനി നൂൽത്തിരി ഉണ്ടാക്കുന്നത് പോലെ ചെറിയ കഷ്ണം ക്രേപ്പ് പേപ്പർ എടുത്ത് ഇതുപോലെ തിരിച്ച് ഉണ്ടാക്കാം. നൂലുകൊണ്ട് ഈ തിരികൾ ഒരു കമ്പിയിൽ വെച്ച് കെട്ടി ബാക്കിയുള്ള എതളുകൾ സെറ്റ് ചെയ്ത് നൂലുകൊണ്ട് ടൈറ്റ് ചെയ്ത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. അങ്ങനെ കുറച്ച് ബഡ്സും പല സൈസിലുള്ള ഫ്ലവേഴ്സും ഉണ്ടാക്കിയതിന് ശേഷം പച്ച കളർ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ച് ഈ കമ്പിയെല്ലാം ചുറ്റി നമുക്ക് കവർ ചെയ്യാം. ഇനി ക്രേപ്പ് പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ കിച്ചൺ ടിഷ്യൂസ് നീളത്തിൽ റിബൺ പോലെ കട്ട് ചെയ്ത് ചുറ്റി ഒട്ടിച്ചതിന് ശേഷം പിന്നീട് കളർ അടിച്ചാലും മതി. നീളത്തിലൊരു കമ്പി എടുത്ത് ആദ്യം മൊട്ടുകൾ വെച്ച് കെട്ടിയതിന് ശേഷം ചെറിയ പൂക്കളും അതിനുശേഷം വലിയ പൂക്കളും അറേഞ്ച് ചെയ്ത് നൂലുകൊണ്ട് കെട്ടി റെഡിയാക്കാം. തുടക്കത്തിൽ മൊട്ടുകളെല്ലാം കുറച്ച് അടുപ്പിച്ച് വെച്ച് കെട്ടുകയും ബാക്കി പൂക്കൾ വെച്ച് കെട്ടുമ്പോൾ കുറച്ച് സ്പേസ് ഇട്ട് കെട്ടുകയും വേണം. നീളത്തിൽ ഒരു ബൊക്കെ പോലെ ഒന്നൊന്നായി വെച്ച് കെട്ടി അങ്ങനെ നമുക്ക് ഒരു കുലയുണ്ടാക്കാം. അപ്പോൾ ഒരിക്കലും കൊഴിഞ്ഞോ ഉതിർന്നോ പോകാത്ത കണിക്കൊന്നപ്പൂ നമുക്ക് റെഡിയായി. അപ്പോൾ ഇത്തവണ വിഷുവിന് കണിക്കൊന്ന കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ.